ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ കഴിക്കുന്ന രീതി കണ്ടാല് നവീന്റെ വീട്ടില് പട്ടിണി കിടക്കാൻ തോന്നുമല്ലോ. ആ, അവിടെ എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നതിന്റെ രുചിയെ അതൊന്നും വേറെ തന്നെയാ. അതെ, സുനന്ദച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഓ ഇല്ലപ്പാ, ഞങ്ങൾ ആരും അമ്മമാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. നീ കുശുമ്പ് പറയാതിരി സുനന്ദേ. മണിക്കുഞ്ഞെ, വണ്ടി ഒന്ന് നിർത്തി. ശരി. നവീൻ പ്ലീസ്. ശരി, എങ്കിൽ താൻ വീട്ടിൽ പോയിട്ട് മമ്മിയുടെ അടുത്ത് തന്നെ നിന്നാ മതി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കോളാം. ശരി. എടോ, താൻ ഓക്കെ അല്ലേ? ആ, എന്നാ ഞാൻ പോട്ടെ. ശരി. ശരി മണിക്കുഞ്ഞ്, നമുക്ക് പോവാം. എന്നാ പോവാം സാറേ. തങ്കേച്ചി, ഇത് കഴിക്കേ. ഇപ്പൊ വേണ്ട സുനന്ദേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഭക്ഷണം കഴിക്കാതെ പറ്റില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ. ഓ, ഡോക്ടർമാരങ്ങനെ പലതും പറയും. എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ. എന്റെ കൃഷ്ണമോള് വരും, അവക്കൊപ്പം ഭക്ഷണം കഴിക്കാന്ന് കരുതി. അത് കൊള്ളാം. തങ്കേച്ചി തന്നെയല്ലേ അവളോട് പറഞ്ഞത് ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം, ഭർത്താവിന്റെ കൂടെ പോകാനുള്ള സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ. എന്നിട്ടിപ്പോ ഇങ്ങനെ കൂടി നിർബന്ധം പിടിച്ചാലോ? അവരെവിടെയെങ്കിലും ഒക്കെ പോയിരിക്കയോ? ദേ, തിരിച്ചു വരുമ്പോ കൃഷ്ണ എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് സമയത്തൊന്നും കൊടുത്തില്ലേ, കഴിപ്പിച്ചില്ലേ എന്നൊക്കെ. ഞാൻ എന്ത് പറയും തങ്കേച്ചി? കൃഷ്ണമോള് ഇന്ന് എന്റെ അടുത്ത് വരും. ഈ ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. നടപ്പില്ലാത്ത കാര്യം പറയല്ലേ. ഇവിടെ ചോറ് വിളമ്പിന്നറിഞ്ഞ് കൃഷ്ണ നവീന്റെ വീട്ടിൽ നിന്ന് വരാൻ പോവാണോ? അവളെ കുറിച്ചുള്ള എന്റെ വിശ്വാസമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലേ. അവള് വരും സുനന്ദേ. എന്താ തങ്കേച്ചി ഇത്? തങ്കേച്ചി ഇത് കഴിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്തോളാം സുനന്ദേച്ചി. എന്റെ ദൈവമേ, കൃഷ്ണമോൾ ഇത് എവിടുന്ന് വന്നു? ഞാൻ ഇവിടുന്ന് വരാനാ? നവീന്റെ വീട്ടിൽ നിന്ന്. മോള് തങ്കേച്ചിക്ക് ഫോൺ ചെയ്തിരുന്നോ? ഇപ്പൊ വരാന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഈ ഭക്ഷണം ഞാനും മോളും കൂടെ കഴിക്കൂ, അവളിപ്പോ എത്തുമെന്ന് തങ്കേച്ചി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പതേ കൃത്യമായിട്ട് മോള് വന്ന് പുറകില് നിൽക്കുന്നു. എന്നാലും എന്റെ തങ്കേച്ചി ഇതൊക്കെ എങ്ങനെയാ പറ്റുന്നേ? അതെ, എനിക്കും ഇവക്കും ഒരേ മനസ്സാ. ഞാനൊരു കാര്യം മനസ്സിൽ ചിന്തിച്ച ഇവള് കാണും. എനിക്കും അങ്ങനെ തന്നെയാ. എന്തായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു. മനസ്സിന് ഇത്ര ഐക്യമുള്ള അമ്മയും മോളെയും ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇപ്പൊ ഞാൻ വന്നു. എല്ലാ നേരത്തും ഇങ്ങനെ തന്നെയാണോ സുനന്ദേച്ചി? വാശിയാണോ? ഏയ്, എപ്പോഴും അങ്ങനെ വാശിയൊന്നുമില്ല. ചില നേരത്ത് പെട്ടെന്ന് അങ്ങ് മിണ്ടാതാവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കൃഷ്ണയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ. പിന്നെ ഞാനൊന്നും ചോദിക്കില്ല. ചോദിച്ചിട്ട് പിന്നെ കരയുന്നത് കാണണ്ടല്ലോ. എന്നെ കുറിച്ച് ആലോചിച്ച് ഇനിയും കരയാൻ കാരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണോ അമ്മേ? ഒന്നുമില്ലടി. സ്നേഹത്തോടെ നിന്നെക്കുറിച്ച് ആലോചിച്ചാല് അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വരും. അതങ്ങനെയാ. കൃഷ്ണ, എന്നാ പിന്നെ മോളി ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്ക്.
ക്ഷീണിച്ചല്ലോടി. ആ അതെ, സ്നേഹമുള്ള അമ്മമാരൊക്കെ സ്ഥിരം പറയുന്നൊരു കാര്യം ഇത്. അല്ലാതെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അവിടെന്താ, ഞാൻ പട്ടിണിയാണോ കിടക്കുന്നത്? അവിടെ പട്ടിണിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥയനുസരിച്ച് കൊട്ടാരമല്ലേ അത്. എന്റെ മോളുടെ ഭാഗ്യം. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി കഴിച്ചൂടെ? കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? ആ എന്നാ കഴിച്ചേ. മോളെ, അമ്മയോട് വന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ മോൾക്ക്? ഒരു കുഴപ്പമുണ്ടായില്ല. അതെല്ലാം അപ്പൊ തന്നെ നവീൻ പരിഹരിച്ചില്ലേ, പിന്നെന്താ? മോളെ വിവാഹം കഴിപ്പിച്ചയച്ച സ്ഥലത്ത് കള്ളം പറഞ്ഞു വരേണ്ടി വരിക, എന്റെ മോളെ ഒളിഞ്ഞു മാത്രം നോക്കേണ്ടി വരിക. വല്ലാത്തൊരു ജാതകം അമ്മയുടേതല്ലേ. എന്താ അമ്മ ഇത്? എന്നും അങ്ങനെയൊന്നും ആവില്ല, ഇതൊക്കെ മാറും. നവീൻ മോന്റെ കാര്യത്തിലാ ഒരു പ്രതീക്ഷ. സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ ക്ഷമിക്കുമായിരിക്കും. അത്രയ്ക്ക് നല്ലവനാ. മതി മതി, സംസാരിച്ചതൊക്കെ മതി. വേഗത അങ്ങോട്ട് കഴിച്ചേ. ഇതെന്തിനും വേഗം വേഗം കഴിക്കുന്നേ? നിനക്ക് പോകാൻ തിരക്കോ മറ്റോ ഉണ്ടോ? അതെ, ഞാൻ പോകുന്നില്ല. ഇനി അതും പറഞ്ഞ് കഴിപ്പ് മുടക്കണ്ട. ആ, നീയും കഴിച്ചില്ലല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് സുനന്ദേച്ചിയുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. വേണ്ട, ഇതാ ഞാൻ തരാം നിനക്ക്. കൃഷ്ണ കഴിക്കുന്ന രീതി കണ്ടാല് നവീന്റെ വീട്ടില് പട്ടിണി കിടക്കാന്ന് തോന്നുമല്ലോ. ആ, അവിടെ എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നതിന്റെ രുചിയെ അതൊന്നും വേറെ തന്നെയാ. അതെ, സുനന്ദേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഓ ഇല്ലപ്പാ, ഞങ്ങൾ ആരും അമ്മമാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. നീ കുശുമ്പ് പറയാതിരി സുനന്ദേ. ഇവളുടെ കാര്യം പറഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് എന്റെ കൈ വേദനിക്കുന്ന അമ്മേ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ പറയും. എന്തിനാ? ഞാൻ ഭക്ഷണം വാരി കൊടുക്കാൻ തന്നെ. കൊച്ചു കുട്ടിയായിരുന്നപ്പോഴും അതെ, വലിയ പെൺകുട്ടിയായപ്പോഴും അതെ. എന്നാ കൊടുക്ക്, വയറ് നിറച്ച് കഴിക്കട്ടെ. ഞാൻ കുറച്ച് ചോറും കൂടി എടുക്കാം. അയ്യോ വേണ്ട സുനന്ദേച്ചി, എനിക്ക് ഇതന്നെ ധാരാളം. 2 പേർക്ക് അത്രയും ചോറോ? ഞാൻ എടുക്കാം പെണ്ണെ, നീ അവിടെ ഇരുന്ന് കഴിക്ക്. കൃഷ്ണ